മാസം കവിത വായനയുണ്ട്. പിന്നെ ചാക്കോടിയുടെ ഒരു കുഞ്ഞ് ആശംസ. അപ്പോൾ പരിപാടി നമ്മൾ കെ വി രാമകൃഷ്ണൻ മാസ്റ്റർ മറുപടി കൂടി കേട്ടിട്ട് വേണം എല്ലാവരും പിരിഞ്ഞു പോകാൻ. നമ്മുടെ ജയകുമാർ ചെങ്ങമനാട് കാലത്ത് യാത്ര പുറപ്പെട്ട് ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി ഉള്ള ഉദ്ദേശിച്ച് യാത്ര ആരംഭിച്ച് ഇപ്പോഴാണ് എത്തിച്ചേർന്നത്. ശ്രീ ജയകുമാർ ചെങ്ങമനാട് നമ്മുടെ പ്രിയപ്പെട്ട ചെങ്ങമനെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ചാക്കോടിയുടെ ഒരു കുഞ്ഞ് ആശംസ പറയും വരും. ആ കുഞ്ഞ് എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്റെ ആശംസ വലുതാവില്ല ഒരിക്കലും എന്ന് ഉറപ്പ് നൽകുകയാണ്. മാഷയുടെ കവിതയാ, പേടിക്കണ്ട. മാഷയുടെ ചെറിയ കവിതയാ. ഇന്ന് ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. മൂവാറ്റുപുഴയിൽ ജയേട്ടൻ്റെ അനുസ്മരണ യോഗം നടക്കുകയാണ്. നമ്മുടെ തെന്നലാണ് അനുസ്മരണ പ്രഭാഷണം. അങ്ങനെ പ്രഭാഷണം എന്ന് പറയാമെന്നറിയില്ല, പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. പ്രസംഗവും പ്രഭാഷണം രണ്ടാണെന്നുകൊണ്ട് ഒരിക്കൽ മൻമോഹൻ സാറ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. മൻമോഹൻ സാറ് പറഞ്ഞത് പ്രകർഷേണയുള്ള സംഘമാണ് പ്രസംഗം, പ്രകർഷേണയുള്ള ഭാഷണമാണ് രാമകൃഷ്ണ മാഷ് കൂടി ഇരിക്കുന്നു കേട്ടോ, അപ്പോഴാണ് പറയുന്നത് പേടിയുണ്ടെങ്കിൽ. പ്രകർഷേണയുള്ള ഭാഷണമാണ് പ്രഭാഷണം, പ്രകർഷേണയുള്ള സവമാണ് പ്രസവം. അപ്പോൾ ഡോക്ടർ രാവുണ്ണി നമ്മുടെ തൃശ്ശൂർ നഗരത്തിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടെ വരെ പോകും എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. പ്രകർഷേണയുള്ള സംഘം എന്നാണ് ആ അർത്ഥത്തെ നമ്മൾ കാണുന്നതെങ്കിൽ അത് പോകുന്നതിൻ്റെ ഒരു വഴി നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത വഴിക്കൊക്കെ സഞ്ചരിച്ചത്. ചില വാക്കുകൾ അങ്ങനെയാണ്. അക്കിത്തം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്ന 2 വരിയുണ്ട്. 2 വാക്കുകൾ കൂട്ടിമുട്ടിക്കുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര പ്രായമുള്ള ലബ്ധപ്രതിഷ്ഠനായ ഭാഷയെ അറിയാവുന്ന, ഒരു ഭാഷ മാത്രമല്ല സംസ്കൃതം ഉൾപ്പെടെ അറിയാവുന്ന മുതിർന്ന ഒരു കവി പറയുകയാണ് 2 വാക്കുകൾ ചേർക്കുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നു എന്ന്. അങ്ങനെ കൈ വിറയ്ക്കുന്ന എത്ര കവി വർത്തമാനകാല മലയാളത്തിൽ സാഹിത്യത്തിലുണ്ട് എന്ന് പരിശോധിച്ചാൽ കാര്യമായിട്ടൊന്നും കാണില്ല എന്നാണ് പുതിയ കാല കവിത വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത്. പക്ഷെ കൈ വരയ്ക്കാത്തൊരു കവിയാണ് രാമകൃഷ്ണൻ മാഷ്. നിലപാടിൽ ഒരു മാറ്റവുമില്ലാതെ വളരെ കൃത്യമായി പറയാനുള്ളത് പറയുന്ന കവിയാണ്. ഞാൻ ഇന്ന് പ്രകാശനം ചെയ്ത പുസ്തകം കണ്ടില്ല, മുൻകൂട്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. രാവണേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുസ്തകം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുസ്തകം കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനീയനായ പ്രിയപ്പെട്ട മാഷുടെ പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് മുമ്പ് ചൊല്ലിയ കവിത പോലെ ആ കവിതയിൽ ഒരു വരിയുണ്ട്. മുഴുവൻ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, അതിനകത്തൊരു വരിയുണ്ട്. ആ വരി ഏകദേശം ആശയം ഇങ്ങനെയാണ്. ചെറിയ ഒരു മൊട്ടെന്ന വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത്. അത് വിടരും എന്നും അത് പ്രകാശം പരത്തുമെന്നും അത് സുഗന്ധം പരത്തുമെന്നും തരുന്ന ഒരാശയം അതിനകത്തൊരു വരിയിൽ ഉണ്ട്. പിന്നെ കൂട്ടുകാരി നമ്മൾ ഒറ്റയ്ക്ക് മാത്രമല്ല ഒട്ടേറെ കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട് എന്നുകൂടി ആ കവിത പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തൊട്ട് മുമ്പ് ചൊല്ലിയ കവിതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ കേട്ട കവിത. എന്ന് പറയും പോലെ മാഷിൻ്റെ അക്ഷരം തന്നെയാണ്. ക്ഷരമില്ലാത്തതാണ് അക്ഷരം. ക്ഷരമെന്ന് വെച്ചാൽ നാശം എന്നാണ് അർത്ഥം. അപ്പോൾ നശിക്കാത്ത ആ അക്ഷരത്തിൻ്റെ കൂട്ടായ്മയാണ് വാസ്തവത്തിൽ ഇന്ന് ഇവിടെ ഉച്ച മുതൽ നടന്ന മുഴുവൻ പരിപാടികളും. അതിൽ രാവുണ്ണിയേട്ടന് ദേശാഭിമാനി പുരസ്കാരം കിട്ടിയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നാനുള്ള കാരണം അതിനകത്ത് ഏതാണ്ട് 1 ലക്ഷം രൂപയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന് നയാ പൈസ തരില്ല എന്ന് ചേച്ചി മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ പേര് ശ്രമിച്ചു നോക്കി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത്തിരി കാശെങ്കിലും തരാമോ എന്ന് ചോദിച്ചപ്പോൾ രാവണേട്ടൻ പറഞ്ഞ നിലവിൽ ഏതാണ്ട് ഒരു 10-50 ലക്ഷം രൂപയുടെ ഓഫർ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു എന്നാണ്. പക്ഷേ ചേച്ചി അടുപ്പിക്കില്ല. ചേച്ചിക്ക് ചെറിയൊരു ആശ്വാസം ആയിട്ടിരിക്കുക, ഈ പൈസയൊക്കെ കിട്ടിയ ആ ഒരു പ്രതീക്ഷയിലായിരിക്കുന്നത്. ഏതായാലും 10-ാം തീയതി പറ്റിയാൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെന്ന് നോക്കാം. എന്തെങ്കിലും കിട്ടിയാലോ, അവിടെ തിരുവനന്തപുരം വരെ പോയി നോക്കിയാൽ വല്ലതും കിട്ടിയാലോ എന്നോർത്ത് ഒന്ന് പോയി നോക്കാം. പ്രിയപ്പെട്ട രാവണേട്ടനും അതുപോലെ പ്രിയപ്പെട്ട മാഷിനും എല്ലാവിധ ഭാവുകളും നേരുന്നു. ഞങ്ങളുടെ മുന്നിൽ സഞ്ചരിക്കുന്ന നക്ഷത്ര വെളിച്ചങ്ങളാണ് ഇവരെന്നും ഞങ്ങൾക്ക് പ്രകാശമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്ന് നിർത്തുന്നു. നമസ്കാരം.